സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. തിരുവനന്തപുരത്ത് 17-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം കണ്ടെത്തിയതിന് പിന്നാലെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി. വെള്ളത്തിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു. മനീഷ് മഹിപാൽ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. മനീഷ്, പുറത്തു വരാതിരുന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്ന ദിവസങ്ങൾ കൂടിയാണ്. ഈ വർഷം ഇതുവരെ 17 മരണങ്ങൾ എന്നുള്ള വാർത്ത വന്ന ദിവസങ്ങളാണ്. അതിനിടയിൽ തിരുവനന്തപുരത്ത് ഒരു പുതിയ രോഗബാധ കൂടി സ്ഥിരീകരിക്കുന്ന എത്രത്തോളം ആശങ്കാജനകമാണ്? 17-കാരന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് മനീഷ്? ഹാഷ്മി, തിരുവനന്തപുരത്ത് നിലവിൽ +2 വിദ്യാർത്ഥിയായിട്ടുള്ള പൂവാർ സ്വദേശിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 16-ാം തീയതിയാണ് ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനായി സുഹൃത്തുക്കൾക്കൊപ്പം പോയത്. അങ്ങനെ 16-ാം തീയതി പോയ ശേഷം 17 മുതൽ കടുത്ത തലവേദനയും പനിയുമായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെ 2 സ്വകാര്യ ആശുപത്രികൾ ചികിത്സ തേടി. ആദ്യം ചികിത്സ തേടി സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ തലവേദനയും പനിയും വലിയ രീതിയിൽ കടുത്തതോടെ ഈ സ്വകാര്യ ആശുപത്രിയിലെ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. പിന്നെ അവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ പൂവാർ സ്വദേശിയായ 17-കാരന് +2 വിദ്യാർത്ഥിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത്. അങ്ങനെ ഇയാളും സുഹൃത്തുക്കളും കുളിച്ച ഈ ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ പൂട്ടി. ഇന്ന് ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെത്തി അത് പൂട്ടുകയും അവിടുത്തെ വെള്ളം പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുമുണ്ട്. ഇന്നാണ് സംസ്ഥാനത്ത് അതിൻ്റെ പുതിയ കണക്കുകൾ ഒക്കെ തന്നെ പുറത്തു വന്നത്. നേരത്തെ 2 പേർ മാത്രമായിരുന്നു മരിച്ചത് എന്ന കണക്കായിരുന്നു ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടതെങ്കിൽ അങ്ങനെയല്ല, അത് 17 പേർ മരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ 66 പേരായിരുന്നു. ഇപ്പോൾ 67 പേർക്കാണ് സംസ്ഥാനത്ത് ആകെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്, ചികിത്സയിൽ കഴിയുന്നവർ. ഹാഷ്മി. ഓക്കെ, മനീഷ് മഹിപാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന് പറയുമ്പോൾ പോലും അത്രത്തോളം ഫേറ്റലായിട്ടുള്ള ഒരു രോഗമാണ്. അപ്പോൾ അതിൻ്റെ പടർച്ച ഉണ്ടാവുന്നത് കുറച്ചുകൂടി അതിൽ ശ്രദ്ധിക്കണം, സംവിധാനങ്ങൾ ശ്രദ്ധിക്കണം എന്ന അർത്ഥം കൂടിയാണ് തിരുവനന്തപുരത്തെ പുതിയ രോഗ പടർച്ചയും തെളിയിക്കുന്നത്. കൂടുതൽ പടരാതിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.